നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ പിണറായി വിജയന്റെ ഇരട്ടച്ചങ്ക ഓട്ടച്ചങ്ക ആക്കുന്നത് ഇപ്പോൾ CPM-കാർ തന്നെയാണ്. കൂടെയുള്ള MLA-മാർ പിണറായി വിജയനെ ഇരുത്തി വട്ടത്തിലും നീളത്തിലുമൊക്കെ തേച്ചൊട്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് ബാലഗോപാൽ എന്താ ഒന്നും പറയാതിരിക്കുന്നത്, എഴുന്നേറ്റ് എന്തെങ്കിലും പറയുന്നു പറഞ്ഞുകൊണ്ട് വലിയ നാണക്കേടിലേക്ക് പിണറായിയെ കൊണ്ട് തള്ളിയിട്ടത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നിപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പിണറായി ഒരു തലമുതിർന്ന നേതാവാണെന്നും അങ്ങനെ നിയമസഭയിൽ വെച്ച് ആക്ഷേപിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും പറഞ്ഞത്. അതായത് പിണറായി വിജയൻ നിയമസഭയിൽ അടിയിരന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അതിനെ ഡബിൾ സ്ട്രോങ് ആയിട്ട് അടിച്ചിരുത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. അതായത് അടിക്കുന്ന അടിയെല്ലാം തിരിച്ച് ബൂമറാങ്ങായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയും നാണം കെടുന്ന ഒരു മനുഷ്യനെ കേരള രാഷ്ട്രീയം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാകില്ല. കാരണം അത്രത്തോളം ഒരു നാണക്കേടിന്റെ വക്കിലേക്കാണ് പിണറായി വിജയൻ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള പരിഗണന പോലും, ഒരു ബഹുമാനം പോലും പ്രതിപക്ഷത്തുള്ളവർ പോലും പിണറായിക്ക് കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഓരോ CPM-കാരും CPI-കാരും കൂടി പിണറായി വിജയനെ കുഴിയിൽ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടപടലം ഭരണപക്ഷത്തിന് മുൻപിൽ പ്രതിപക്ഷം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നിയമസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപൊക്കെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ കൃത്യമായി അന്നത്തെ പ്രതിപക്ഷത്തെ UDF-കാരെ അടിച്ചിരുത്തുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്നൊക്കെ ഇരട്ടച്ചങ്കനെന്ന് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പരമദയനീയമായ അവസ്ഥയിലാണ്. പിണറായി വിജയനെ കൂടെ ഉള്ളവർ പോലും ബഹുമാനിക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനവും പരിഹാസവും ഒക്കെ. ഇനി ശരിക്കും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് ചവിട്ടി ഇറക്കി വിടുന്നതിന് വേണ്ടി കൂടെയുള്ളവർ എടുക്കുന്ന പണിയാണോ എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷത്തുള്ള ഇടതുമുന്നണിയുടെ അടവുകളെല്ലാം പാളുകയാണെന്നും മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുന്നത് LDF-ന്റെ പക്വതയില്ലാത്ത നീക്കങ്ങളാണെന്നും മുന്നണിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. സഭയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മെനയുന്ന തന്ത്രങ്ങളെല്ലാം ഒടുവിൽ പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിയമസഭയിൽ കണ്ടത്. നിയമസഭയിൽ ഭരണപക്ഷത്തെ നേരിടാൻ ശക്തമായ കൂട്ടായ്മ വേണമെന്നിരിക്കെ LDF-ൽ നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ പ്രതിപക്ഷ നിരയെ പൂർണ്ണമായും നിശ്ചലമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ തർക്കം കാരണം നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പോലും ഇടതുപക്ഷ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയിൽ എങ്ങനെ ഒന്നിച്ച് നീങ്ങണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത വിധം ഭിന്നത രൂക്ഷമായതാണ് LDF-ന് സഭയ്ക്കുള്ളിൽ നിരന്തരം തിരിച്ചടി ഉണ്ടാകാൻ കാരണം. കൂടുതൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ സഭയിൽ പ്രതിപക്ഷം കൂടുതൽ ഹാസ്യ കഥാപാത്രങ്ങളായി മാറും എന്നാണ് ഇപ്പോൾ ഘടകകക്ഷികൾ മുന്നറിയിപ്പ് നൽകുന്നത്. മുൻപൊക്കെ നിയമസഭയിൽ വലിയ ചിരി പടർത്തിക്കൊണ്ടിരുന്നത് അന്ന് പ്രതിപക്ഷത്തിരുന്ന UDF-കാരായിരുന്നു. കാരണം അവരുടെ ഒരു ഒത്തൊരുമയില്ലായ്മ, പലപ്പോഴും പല നേതാക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കുത്ത് സ്വന്തം കൂട്ടത്തിൽ തന്നെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെയും ഭരണപക്ഷത്തെ നമ്മൾ അങ്ങനെയല്ല കണ്ടത്. അതായത് പിണറായി വിജയന്റെ കാലത്ത് ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു. പ്രതിപക്ഷം എന്തുയർത്തിക്കൊണ്ടുവന്നാലും അതിനെ കൂട്ടായി നിന്ന് കടന്നാക്രമിക്കുകയും പ്രതിപക്ഷത്തെ അടിച്ചിരുത്തുന്നതും നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അതായത് CPM എന്ന് പറയുന്നത് ഒരൊറ്റ ബെൽറ്റാണ് എന്ന് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ആ ബെൽറ്റ് ഇപ്പോൾ നെടുകെ പിളർന്നിരിക്കുകയാണ്, നെടുകെ കീറി 2 ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. അവർ എല്ലാവരും പിണറായി വിജയന് നേരെയും വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ പിണറായിക്കെതിരെ രൂക്ഷമായ വിമർശനം സഭയ്ക്കുള്ളിൽ നടത്തിയത്. അത് വലിയ ട്രോളിന് വഴിവെച്ചു. കാരണം KN ബാലഗോപാൽ എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും എഴുന്നേറ്റ് പറയുമ്പോൾ നിസ്സഹായനായിരിക്കുന്ന ഒരു പിണറായി വിജയനെ അന്ന് കേരളം കണ്ടു. കാരണം 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ ഇരട്ടച്ചങ്കൻ, ക്യാപ്റ്റൻ, കപ്പിത്താൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ. അതിനൊക്കെ അപ്പുറത്തേക്ക് 82 വയസ്സുള്ള CPM-ന്റെ മുതിർന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവിനെ KN ബാലഗോപാൽ പോലും കടന്ന് ആക്രമിക്കുന്നു. അതുകൂടി കണ്ടതോടെ ഭരണപക്ഷത്തിന് വജ്രായുധം കിട്ടിയതുപോലെ ആയിപ്പോയി. പിന്നീട് സോഷ്യൽ മീഡിയ മുഴുവൻ പിണറായിയെ എടുത്തിട്ട് അലക്കുകയായിരുന്നു കോൺഗ്രസ് UDF-ന്റെ സൈബർ ഗ്രൂപ്പുകളെല്ലാം.
ഇതോടുകൂടി മറ്റൊരു ചോദ്യം ഉയർന്നു വന്നത് ബാലഗോപാൽ ശരിക്കും പിണറായിക്കിട്ടൊരു പണി കൊടുത്തതാണോ എന്നാണ്. കാരണം പ്രതിപക്ഷ നേതാവ് കസേരയിലേക്ക് ബാലഗോപാലിന്റെ പേര് പല നേതാക്കളും ഉയർത്തിയിരുന്നു. എന്നാൽ കസേര ആർക്കും കൊടുക്കാതെ പിണറായി വിജയൻ അതിൽ കടിച്ചു തൂങ്ങുകയായിരുന്നു. ആ ഒരു ചൊരുക്ക് ബാലഗോപാലിന്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന പ്രധാന ഒരു ആരോപണം. സമരക്കാർക്ക് നേരെ പോലീസ് ചെളിവെള്ളം അടിച്ചുവെന്ന് സഭയിൽ ആരോപിച്ച് ഭരണപക്ഷത്തെ വെട്ടിലാക്കാൻ CPI നേതാവ് K. രാജൻ കുപ്പിയിലാക്കി കൊണ്ടുവന്ന ചെളിവെള്ളമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആദ്യത്തെ അടി കൊടുത്തത്. ആ വെള്ളം റോഡിലെ ചെളിക്കുഴിയിൽ നിന്നും കോരിയെടുത്തതാണെന്ന് സഭയിൽ തെളിഞ്ഞതോടെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു, പ്രത്യേകിച്ച് പിണറായി വിജയൻ. രാജൻ കൊടുത്ത ഈ പണിക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പ്രതിപക്ഷ നിരയിലെ ആ ആശയക്കുഴപ്പം രൂക്ഷമായതോടെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സകല കാര്യങ്ങളും തുറന്നു പറയാൻ പിണറായിയോട് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആക്രോശിച്ചത്. ഇത് മുന്നണിയിലെ ഏകോപനമില്ലായ്മ പരസ്യമാക്കുന്നതായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനുള്ള നിർദ്ദേശം അടങ്ങിയ ധനബിൽ ചർച്ചയിലാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ പൂർണ്ണമായും പാളിയത്. മദ്യക്കമ്പനികളെ സഹായിക്കാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തി സഭ ബഹിഷ്കരിച്ച് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. ബിൽ സഭയിലേക്ക് സർക്കാർ ഒളിച്ചു കടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയ പ്രധാന വിമർശനം. എന്നാൽ ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് നിയമസഭയിൽ പരിഗണിക്കാൻ തീരുമാനിച്ചത് കാര്യോപദേശക സമിതിയായിരുന്നു. ഈ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPI നേതാവ് K. രാജനുമുണ്ട്. സമിതിയിൽ വെച്ച് ഇതിനെ എതിർക്കാത്ത പ്രതിപക്ഷ നേതാവ് ബിൽ സഭയിൽ വന്നപ്പോൾ രാഷ്ട്രീയ നാടകത്തിന് മുതിർന്നത് സ്വയം പരാജയപ്പെടുത്തുന്ന വാദമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശനാകട്ടെ മുൻപ് ഇടതു ഭരണകാലത്ത് KN ബാലഗോപാൽ അവതരിപ്പിച്ച അവസാന ബജറ്റുമായി ബന്ധപ്പെട്ട ധനബിൽ ഇതേപോലെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് സഭയിൽ കൊണ്ടുവന്ന കാര്യം അക്കമിട്ട് നിരത്തി പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുകയും ചെയ്തു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റ വിഷയത്തിൽ സർക്കാരിനെതിരെ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടും സഭയിൽ വേണ്ടത്ര അങ്ങോട്ട് ഫലിച്ചില്ല. സഭാ നടപടികളിലും നിയമങ്ങളിലും അതീവ സാമർത്ഥ്യക്കാരനായ മുഖ്യമന്ത്രി VD സതീശനോട് ഏറ്റുമുട്ടാൻ കൃത്യമായ ഹോംവർക്കോ ദീർഘവീക്ഷണമോ ഇല്ലാതെയാണ് പ്രതിപക്ഷം എത്തുന്നതെന്ന് LDFിലെ മുതിർന്ന നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ലഭിക്കുന്ന സുവർണ അവസരങ്ങൾ പലതും പ്രതിപക്ഷത്തിന്റെ പക്വതയില്ലാത്ത നീക്കങ്ങളും തന്ത്രങ്ങളിലെ പാളിച്ചയും തമ്മിലടിയും കാരണം നഷ്ടപ്പെടുകയാണ്. ഈ വീഴ്ചകൾ യഥാർത്ഥത്തിൽ VD സതീശൻ മുൻതൂക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ വല്ലാതെ അങ്ങ് താഴ്ന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിയമസഭയിൽ സ്ഥിരം അടിയേറ്റുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാൾ പിണറായി വിജയനാണെന്ന് പറയേണ്ടി വരും. കൂട്ടത്തിലുള്ളവർ തന്നെ പിണറായി അങ്ങ് എടുത്ത് ഭരണപക്ഷത്തിന്റെ വായിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്, കടിച്ചു കീറിക്കോളൂ എന്ന് പറഞ്ഞ്.